അഡ്വക്കേറ്റ് മരുതൻകുഴി സതീഷ് കുമാർ. ചെയർമാനും സെക്രട്ടറിയും പരീക്ഷാ കൺട്രോളറുമൊക്കെ അറിയാതെ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് പറയുന്നത് PSCയുടെ ചട്ടം നന്നായി അറിയുന്ന ഒരാളാണ്, മുൻ PSC ചെയർമാനാണ്. അങ്ങും ഒരു പരീക്ഷാ കൺട്രോളർ ആയിരുന്നല്ലോ. ഈ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത് എന്തിലേക്കാണ്? PSCയുടെ എല്ലാ നടപടിക്രമങ്ങളിലും അവസാനത്തെ വാക്ക് ചെയർമാനാണ്. ചെയർമാൻ അറിയാതെ ഒരു കാര്യവും PSC നടക്കുകയില്ല. 21 മെമ്പർമാരുണ്ടെങ്കിലും ആ മെമ്പർമാരുടെ പ്രഥമഗണനീയനായിട്ടുള്ളത് ചെയർമാനാണ്. ചെയർമാൻ്റെ തീരുമാനമാണ് അന്തിമമായി എല്ലാ കാര്യങ്ങളിലും, പരീക്ഷയുടെ നടത്തിപ്പിലായാലും റിക്രൂട്ട്മെൻറ്റിലായാലും ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പെർട്ടുകളെ നിശ്ചയിക്കുന്ന കാര്യത്തിലായാലും ഇൻ്റർവ്യൂവിൻ്റെ മെമ്പർമാരെ നിശ്ചയിക്കുന്ന കാര്യത്തിലായാലും പരീക്ഷാ ചോദ്യപേപ്പർ ആരൊക്കെ സെറ്റ് ചെയ്യിക്കുന്ന കാര്യത്തിലായാലും ഉൾപ്പെടെ PSCയുടെ എല്ലാ പ്രവൃത്തിയുടെയും അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് ചെയർമാനാണ്. ചെയർമാൻ അറിയാതെ ഒരു കാര്യവും PSC നടക്കുകയില്ല. അത് യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായിട്ട് മുമ്പ്, വളരെ കാലങ്ങൾക്ക് മുമ്പ് അധികാര വികേന്ദ്രീകരണമായിരുന്നു PSCയുടെ രീതി. അപ്പോൾ അവിടെ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്ന ഓരോ വിഭാഗവും ഓരോ കമ്പാർട്ട്മെൻറ്റുകളായി, ആ കമ്പാർട്ട്മെൻറ്റുകൾ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളായി നിന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ രഹസ്യ സ്വഭാവം അതേ രീതിയിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ മറ്റ് വിഭാഗങ്ങൾക്ക് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കമ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റു വിഭാഗങ്ങൾ അറിയാനോ മറ്റു വിഭാഗങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനോ അത് ചോർത്താനോ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാലങ്ങളൊന്നും മാറി വന്നതോടുകൂടി കേന്ദ്രീകൃതമായ രീതിയിലോട്ടത് മാറി. അതിന് കാരണം കമ്പ്യൂട്ടറൈസേഷനായിരുന്നു. കമ്പ്യൂട്ടറൈസേഷൻ വന്നതോടുകൂടി തന്നെ PSCയുടെ എല്ലാ പ്രവൃത്തികളിലും കേന്ദ്രീകൃതമായിട്ട്, പ്രത്യേകിച്ചും അത് ചെയർമാനിൽ തന്നെ നിക്ഷിപ്തമാകുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ. കാര്യം എല്ലാ വിഭാഗങ്ങളും നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ചെയർമാനാണ്. ഇപ്പോൾ ചെയർമാനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ വിഭാഗത്തിലെയും എല്ലാ തരം രഹസ്യങ്ങളും അറിയാവുന്ന ഒരാൾ ചെയർമാൻ തന്നെയാണ്. വിശേഷിച്ചും ഇത് കേന്ദ്രീകൃതമായപ്പോൾ രേഖകൾ ഉൾപ്പെടെയുള്ളത് കേന്ദ്രീകൃതമായിട്ട് വരുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. മുമ്പ് ഒരു ഉദ്യോഗാർത്ഥിക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് ചെയർമാനോ മറ്റുള്ളവർക്കോ അറിയാൻ പറ്റില്ല എന്നുണ്ടായിരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റമുണ്ടാകുന്ന ഒരു സാഹചര്യം വരികയും ഈ ക്രമക്കേട് നടക്കുന്നു എങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയർമാൻ അറിഞ്ഞിട്ടുണ്ട്, അറിയാതെ ഇത്തരം കാര്യങ്ങളിൽ യാതൊന്നും നടക്കാൻ അവിടെ സാധ്യത, ഒരു ഇല പോലും PSCയിൽ ചെയർമാൻ അറിയാതെ ഇളകുകയില്ല. അതാണ് PSCയുടെ സ്ഥിതി.